സുകുമാരൻ നായർ മരിച്ചു. ശവസംസ്കാരം ഉടൻ. ആദരാഞ്ജലികൾക്ക് അർപ്പിച്ചുകൊണ്ട് കരയോഗക്കാർ രംഗത്തിറങ്ങുകയാണ്. സത്യത്തിൽ ഇത് സുകുമാരൻ നായർ വാങ്ങിച്ചുകൂടി വടി കൊടുത്തിട്ട് അടി വാങ്ങിയതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം ചതിച്ചുകൊണ്ട് നായന്മാരെ, വിശ്വാസ സമൂഹത്തിൽ നിന്നപ്പുറം നായന്മാരെ ഒന്നടങ്കം ചതിച്ചുകൊണ്ടുള്ള സുകുമാരൻ നായരുടെ ഈ പോക്ക് അത്ര നല്ലതല്ല എന്ന് കരയോഗം തന്നെ, NSS കരയോഗങ്ങൾ തന്നെ സുകുമാരൻ നായർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം പെരുന്നയിലെ പോപ്പെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നായന്മാരുടെ പോപ്പെന്ന് പറയുന്നത് സുകുമാരൻ നായരല്ല. നായന്മാർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും അവർക്ക് കഴിവുണ്ട്. സുകുമാരൻ നായരെ കൊണ്ട് പ്രത്യേകിച്ച് നായന്മാർക്ക് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ടെന്നും നായർ സമൂഹത്തിൽ പെടുന്ന ഒരാളായതുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഉണ്ടായതായി എനിക്കറിയില്ല. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. അതിപ്പോൾ നായന്മാരിൽ, ഈഴവന്മാരിൽ, ഏത് സമുദായത്തിനും വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. ആ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ മേൽ ആണി അടിച്ചു വെച്ചിട്ട് അത് പിന്നെ ഒരു ദിവസം ആണി അടിച്ചു വെക്കുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയണം ആണി വലിച്ചൂരിയിട്ട് ചോദിക്കുകയാണ് വേദന എടുത്തോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കൂടെ ഈ നായന്മാരുടെ പ്രതിനിധിയായ സുകുമാരൻ നായർ SNDPയുടെ തമ്പുരാനായ നടേശന് പോയതിൽ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അതായത് അടുത്ത തവണയും LDF സർക്കാർ തന്നെ വരും. കോൺഗ്രസിനെ കൊണ്ട് ഇനി വലിയ പ്രയോജനമൊന്നും ഉണ്ടാവൂല, കാരണം അധികാരമുള്ളവരെ കൂടെ നിന്നാലേ ഞങ്ങൾക്ക് പ്രയോജനമുള്ളൂ എന്ന വൃത്തികെട്ട മനോഭാവത്തിന്റെ കൂടെ വിശ്വാസികളെ ഒറ്റിക്കൊണ്ട് പോയ ഒരാൾ. ഇതാണ് സുകുമാരൻ നായരെ കുറിച്ച് പൊതുവെ കരയോഗക്കാർ പറയുന്നത്. ഇന്നിപ്പോൾ പിന്നെ ചങ്ങനാശ്ശേരി പെരുന്നയിൽ NSSന്റെ കരയോഗം നടക്കുന്നുണ്ട്, അപ്പോൾ യോഗം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത് കൃത്യമായി ഉയർത്തും കരയോഗ അംഗങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം NSS മുഴുവൻ ഇപ്പോൾ പിന്നെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു 100 പേരെ എടുത്താൽ 85% ആളുകളും സുകുമാരൻ നായർക്കെതിരെ നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ കരയോഗങ്ങളിൽ വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായി സുകുമാരൻ നായർക്ക് ഒരു ഇടിവ് സംഭവിച്ചു. ഇദ്ദേഹം എന്ത് കണ്ടിട്ടാണ് അത് പോയത് എന്നറിയില്ല. അപ്പൊ ഈ വിശ്വാസ സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ പരിശോധിച്ചാൽ അതിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പെരുന്നയിലെ പോപ്പ് കട്ടപ്പയായോ? അതായിരുന്നു ചോദ്യം. ഞാൻ ആ ചോദ്യം 1-2 ടെലിവിഷൻ ഡിസ്കഷനിലൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു പോസ്റ്റർ, അങ്ങനത്തെ ബാനർ, അതൊക്കെ ഉയർത്തുന്നതിന് നായർ സമുദായ അംഗങ്ങളും അതേപോലെ തന്നെ NSSൻ്റെ പ്രവർത്തകരോ അതിൻ്റെ പല കരയോഗങ്ങളുടെ സെക്രട്ടറിമാരോ പ്രസിഡന്റുമാരോ ഒക്കെ തയ്യാറായ ഒരു സാഹചര്യമാണ് പുതിയ സാഹചര്യം എന്ന് പറയും. മുൻപ് NSS ഒരു നിലപാടെടുക്കുമ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഈ കരയോഗങ്ങളിൽ നിന്നും കരയോഗ പ്രസിഡന്റുമാരിൽ നിന്നും അല്ലെങ്കിൽ സെക്രട്ടറിമാരിൽ നിന്നും ഉയരാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ വാക്ക് വളരെ കനമുള്ള വാക്കായി തീരുകയും അത് കേരള സമൂഹത്തിൽ പ്രത്യേക തരത്തിൽ ഒരു ഡൈനാമിസം നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നിരിക്കുന്നു. ഈ സാഹചര്യം ഉയർന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉയർന്നു വരുന്നത്. പക്ഷേ ശബരിമല വിഷയം കേരളത്തിൽ ആളിപ്പടർത്തിയതും കത്തിച്ചതും ആരാണ്? സുകുമാരൻ നായരായിരുന്നു. കാരണം സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം പന്തളത്ത് സ്ത്രീകൾ ഒരു പ്രതിഷേധം ആരംഭിക്കുകയാണ്. അതാണ് നാമജപ ഘോഷയാത്രയായിട്ട് പിന്നീട് വന്നത്. അപ്പോൾ ഈ നാമജപ ഘോഷയാത്ര പിന്നീട് കേരളം മുഴുവനും പടർത്തിയതും വളർത്തിയതും ഒക്കെ NSS ആയിരുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് ധീരമായി നയിച്ചതും സുകുമാരൻ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കൃത്യമായിട്ട് പാലിക്കപ്പെടണം എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാൻഡിന് വ്യത്യാസം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സ്റ്റാൻഡിന് വ്യത്യാസം വന്നിട്ടില്ല എന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ സ്റ്റാൻഡിന് വ്യത്യാസം വന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശബരിമലയിൽ സാനിറ്ററി പാഡും കൊണ്ട് ഇരുമുടി കെട്ടും വെച്ച് പെണ്ണുങ്ങളെ കയറ്റാൻ പോയ ഒരു സർക്കാരാണ് 1ാം പിണറായി സർക്കാർ എന്ന് പറയുന്നത്. ആ സർക്കാരിന്റെ കൂടെ ഇപ്പോൾ ആ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വേദിയിൽ സുകുമാരൻ നായർ എത്തുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ ചെയ്ത നിലപാടിനോട് താൻ യോജിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെയല്ല, സർക്കാർ തിരുത്തി. സർക്കാർ പഴയ പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് സർക്കാർ U-turn അടിച്ചു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ സർക്കാരിനെ കാണുന്നത്. സർക്കാർ ആചാര എന്നാണ് കേരള നിർമ്മിതിയിലേക്ക് പതുക്കെ നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്ന സമയത്ത് നവോത്ഥാന മതൽ എന്ന് പറഞ്ഞ് കേരളത്തിൽ മുഴുവനും സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്
സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ശബരിമല പ്രശ്നം എന്ന നിലക്കാണ് സർക്കാർ നടപടിയെടുത്തിരുന്നത്. ആ നടപടിക്ക് അല്ലെങ്കിൽ നിലപാടിന് എതിരെ ശക്തമായി നിന്ന ഒരാൾ തന്നെയാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായരുടെ സ്റ്റാൻഡിലേക്ക് സർക്കാർ ഇറങ്ങി വന്നാൽ സുകുമാരൻ നായരെ ചീത്ത പറഞ്ഞ എന്തിനാ? അല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പക്ഷെ അന്ന് അടികൊണ്ട കുറെ ആളുകളുണ്ട്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുറെ പേര് അന്ന് ഈ നാമജപ ഘോഷയാത്ര എന്ന് പറഞ്ഞ് പിണറായിയുടെ പോലീസ് തല്ലിച്ചതച്ച് നടറോഡിലിട്ട കുറെ ആളുകളുണ്ട്. ഈ യു ടേൺ എടുത്ത സർക്കാർ എന്തുകൊണ്ടാണ് പിന്നെ കേസുകൾ പിൻവലിക്കുക? ആദ്യം ചെയ്യേണ്ടത് ആ കേസുകൾ പിൻവലിക്കുക എന്നുള്ളതല്ലേ? സർക്കാർ പറയുന്നുണ്ട് ബഹുഭൂരിപക്ഷം കേസുകളും പിൻവലിച്ചു കഴിഞ്ഞു. എന്നാൽ സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് BJPയും അതുപോലെ RSSും ഒക്കെ ചിലയിടങ്ങളിൽ നടത്തിയ വളരെ തീവ്രമായിട്ടുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കുറച്ച് കേസുകൾ മാത്രമേ പിൻവലിക്കാനുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഞാനിത് അവർക്ക് വേണ്ടി വാദിക്കുന്ന കാര്യമല്ല, അവരങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സുകുമാരൻ നായരെ പൂർണ്ണമായിട്ട് അവർക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണോ എന്ന ചോദ്യമാണ് എൻ്റെ അടുത്തുള്ളത്. ഞാൻ എതിർക്കുന്നത് സർക്കാരിൻ്റെ നിലപാട് മാറ്റത്തെയാണ്. സർക്കാർ ഇങ്ങനെ ഉള്ള ഒരു നിലപാടിലേക്ക് പോകാൻ പാടില്ല. അന്ന് അവരെടുത്തിരുന്ന നിലപാട് എന്താണോ ആ നിലപാടിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത്. ആ നിലപാട് അവർ തിരുത്തിയിട്ട് അവരെന്ത് ചെയ്തു? സുകുമാരൻ നായരുടെ മാളത്തിൽ കയറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, നാളെ ഇത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സർക്കാരിന്റെ ഒരു നാടകമായിട്ടേ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുള്ളൂ. നാളെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നാളെ ശബരിമല വിഷയം വന്നപ്പോൾ വഖഫ് ബോർഡിന്റെ കൂടി അനുവാദം ചോദിച്ച സർക്കാരാണ് കേരളത്തിലുള്ള സർക്കാർ എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ അഫിഡവിറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ്. ആ അഫിഡവിറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സർക്കാർ നാളെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പഴയ സ്റ്റാൻഡ് തന്നെയാണ് ശബരിമല വിഷയത്തിൽ, ഞങ്ങൾ ആ സ്റ്റാൻഡിൽ തന്നെയാണ് അന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്, ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞാൽ ഈ സുകുമാരൻ നായർ എന്ത് ചെയ്യും? അന്ന് ഈ സുകുമാരൻ നായർ കരയോഗത്തെ NSSന്റെ കരയോഗങ്ങളെ അല്ലെങ്കിൽ NSS എന്ന് പറയുന്ന നായർ സംഘടനയെ പിന്നെ എന്താ പറയുക, അവരെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കല്ലേ, അവരെ തള്ളിപ്പറയുന്ന തരത്തിലേക്കല്ലേ? ഇപ്പോൾ മാഷെ ഞാനൊരു കാര്യം പറയട്ടെ, NSS എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയാണ്. ഈ സംഘടനയിലുള്ള 1000 പേരെ എടുത്താൽ ഒരു 900 പേരും പറയുന്നത് ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട, ഒരു പരിധിക്കപ്പുറം ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ട്, ആ പ്രായപരിധിക്കപ്പുറമുള്ള സ്ത്രീകൾ കയറണ്ട. അതാ ആ ശബരിമല അമ്പലവും കൂടെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. 90% 100% പേരും അങ്ങനെയായിരിക്കും പറയുന്നത്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ സുകുമാരൻ നായർ സമുദായ ആളുകളുടെ കാര്യമാണോ നോക്കേണ്ടത്, അതോ ഇന്നലെ മാറിയ സർക്കാരിന്റെ ഇതാണോ? സുകുമാരൻ നായർ പറയുന്ന ഈ 100% പേരും പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ സ്ത്രീകളെ കയറ്റില്ല. വേണേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രത്തിന് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണ്? ഈ സർക്കാരിന് വേണമെങ്കിൽ സ്ത്രീകളെ അവിടെ കയറ്റാമായിരുന്നു, അവർ കയറ്റിയില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ BJPക്കാരും ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങൾ അതിന്റെ അകത്ത് കയറിയില്ല, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പെണ്ണുങ്ങൾ അതിന്റെ അകത്ത് കയറിയെന്നെ. അല്ല, സർക്കാരിന്റെ സ്റ്റാൻഡ് എന്നാലും മാറിയല്ലോ. സർക്കാർ മാറി, ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ സർക്കാർ മാറി എന്ന് പറയുന്നത് സർക്കാർ 4 വോട്ടിന് വേണ്ടി ആരെയും ഇവിടെയുള്ള ഗൗരവമായിട്ടുള്ള വിഷയം ഞാനിതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുമ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട് കേരള സമൂഹത്തിന് സ്വീകാര്യമായി തീരുകയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ കേരളത്തിന് വിശ്വാസം ഉണ്ടാകുകയും ചെയ്താൽ മാത്രമാണ് അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹം അംഗീകരിക്കുകയുള്ളൂ. ഇപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ധന്യ പറഞ്ഞ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രധാനപ്പെട്ട എന്താണ്? തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്ത് കിട്ടണം? വോട്ട് കിട്ടണം. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി വിജയിക്കുന്നതിന് വേണ്ടി മാത്രം എടുക്കുന്ന ഒരു നിലപാടിനൊപ്പം നിൽക്കാൻ നിലപാടുള്ള മനുഷ്യർ തയ്യാറാവില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഈ തിരിഞ്ഞു നടത്തത്തെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. സുകുമാരൻ നായർ പറയുന്നത് സർക്കാർ മാറി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ എന്താണ്, അല്ലെങ്കിൽ NSS പറഞ്ഞതുപോലെ ശബരിമലയിലെ എല്ലാ വിശ്വാസങ്ങളും എല്ലാ ആചാരങ്ങളും കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള കാവലാളായിട്ട് കേരള സർക്കാർ മാറി എന്നാണ് സുകുമാരൻ നായരെ കേരള സർക്കാർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, സുകുമാരൻ നായരോട് എനിക്ക് പറയാനുള്ളത്, അന്ന് അടികൊണ്ട് ഒരുപാട് നായന്മാരുണ്ട്. അന്ന് ഈ സർക്കാരിന്റെ പോലീസിന്റെ ഈ സർക്കാരിന്റെ കീഴിലുള്ള പോലീസിന്റെ ആചാരം ലംഘിക്കാൻ വേണ്ടി പുറപ്പെട്ട പെണ്ണുങ്ങളെ അതിനകത്ത് കയറ്റാതെ അടികൊണ്ട് ഒരുപാട് നായന്മാരുണ്ട്. ഈ നായന്മാരുടെയൊക്കെ പല ചോദ്യത്തിന് സുകുമാരൻ നായർ ഉത്തരം പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ ഒക്കെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് പുറത്തു കാണാം. അന്ന് സുകുമാരൻ നായർ പിണറായിയെ തള്ളിപ്പറയാതിരുന്നാൽ മതി. അല്ല, ഇത് രാഷ്ട്രീയത്തിൽ ഒരാളെ ഒരു സമയത്ത് തള്ളിപ്പറയും, ഒരു സമയത്ത് ചേർത്ത് പിടിക്കും. ഇത് രാഷ്ട്രീയത്തിൻ്റെ വകതിരിവില്ലായ്മയും നിറവില്ലായ്മയാണ്.
മനുഷ്യന് അങ്ങനെ നിറവില്ലാത്ത മനുഷ്യരായി ജീവിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിനനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതിൻ്റെ അടിത്തറ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ നയസമീപനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം, അല്ലാതെ സുകുമാരൻ നായർ പറയുന്നത് കേൾക്കാൻ പോകേണ്ട ഒരാളല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് ശരിയായ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തള്ളി പറയുന്നു, സുകുമാരൻ നായരുടെ കൂടെയുള്ള നായന്മാരും തള്ളി പറയുന്നു. രണ്ടുപേർക്കും നഷ്ടമാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് ഇതും കൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്നുള്ളത് ഇനി വരാൻ പോകുന്ന സംവാദാത്മകമായിട്ടുള്ള കാര്യക്രിയകളിലൂടെ മാത്രമേ നമുക്ക് തീരുമാനിക്കപ്പെടാനായിട്ട് കഴിയൂ. കേരള സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യമെങ്കിലും ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കപ്പെടുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. ഇത് നമ്മൾ പോയി ചർച്ച ചെയ്തു, നമ്മൾ വിടും, അതുപോലെ തന്നെ സമൂഹം വിടും. കേരള സമൂഹത്തിൻ്റെ സ്ഥിതി ഇതാണ്. ഇന്നത്തേക്ക് ഒരു വിഷയം വേണം, അത് ചർച്ച ചെയ്യും, അടുത്ത ദിവസമൊക്കെ അവർ വിടുക. അതല്ല ചെയ്യേണ്ടത്. ഈ വിഷയത്തിലേക്ക് വ്യക്തമായിട്ടുള്ളൊരു നിലപാട് കാര്യമായ രീതിയിൽ രൂപപ്പെടുത്താനായിട്ട് കേരളീയ സമൂഹം ബാധ്യസ്ഥമാണ്. സുകുമാരൻ നായർ കട്ടപ്പയായോ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടൽ പോലും അത്തരത്തിൽ സമൂഹത്തിന് എങ്ങനെയാണ് ശരിയായിട്ടുള്ള വഴിയിലേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു മാർഗദർശനം നൽകുന്ന തരത്തിലുള്ള ചർച്ചയും അതിൽ നിന്ന് രൂപപ്പെടുന്ന തീരുമാനം ഉണ്ടാകുന്നത് നല്ലതാണ്. പെരുന്നതിൽ ഇന്നല്ലേ അതിൽ ചർച്ച ചെയ്യണം. അതിൽ ചർച്ച ചെയ്ത് ശരിയായിട്ടുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരണം. അങ്ങനെ ചെയ്യുന്നാൽ അതിന് ചില ഗുണങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, ഈ സമുദായ സംഘടനകൾക്കൊക്കെ ഒരു ജനാധിപത്യ സംവിധാനം വേണം എന്ന് നമ്മൾ പറയുമെങ്കിലും അതൊരിക്കലും ഉണ്ടാവാറില്ല. SNDP-യിൽ വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും വിളിച്ചു പറയും, അതെല്ലാം ആളുകളൊക്കെ എന്ത് ചെയ്യണം, SNDP-യുടെ തീരുമാനമായിട്ട് അംഗീകരിക്കും. NSS-ൽ സുകുമാരൻ നായർ എന്തെങ്കിലും വിളിച്ചു പറയും, അത് NSS-ൻ്റെ തീരുമാനമായിട്ട് സമൂഹം അംഗീകരിക്കും. അത് പാടില്ല നയം പറഞ്ഞു, അത് മാറ്റണം. ഇവർക്കൊരു പൊതുസഭയുണ്ടെങ്കിൽ ആ പൊതുസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും ആ തീരുമാനമാണ് NSS-ൻ്റെ തീരുമാനം എന്ന നിലക്ക് പറഞ്ഞാൽ നമുക്കതിൽ ജനാധിപത്യം കാണാനായിട്ട് കഴിയും. അത് SNDP-യുടെ കാര്യത്തിലും വേണ്ടതാണ്, എല്ലാ സമുദായ സംഘടനകളുടെ കാര്യത്തിലും വേണ്ടതാണ്. അപ്പോൾ ചോദിക്കും, രാഷ്ട്രീയത്തിലും അതൊക്കെ വേണം. അതൊന്നുമില്ല, ഒരു സ്ഥലത്തും ഒന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു നേതാവ് കയറി ഇരുന്നിട്ട് അവന് ഇഷ്ടമുള്ളതൊക്കെ പറയുകയും അതൊക്കെ ആ സംഘടനയുടെയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെയോ അഭിപ്രായമായിട്ട് പ്രകടമാക്കപ്പെടുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇത് തിരുത്തേണ്ട സമയം കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.